പുള്ളിയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കാര്യങ്ങൾ ചെയ്തു തരും. ഓഫീസിലെ ആളുകൾ എപ്പോഴും ഉണ്ടാവും, 3-4 പേര് അവിടെ ഉണ്ടാവും സ്ഥിരം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോകേണ്ട കേസാണെങ്കിൽ പോലും അവരൊക്കെ തന്നെ കൊണ്ടുപോയി അത് ശരിയാക്കി തരും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹം ഓൾ കേരള യാത്രയുള്ളതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു തരുന്നു. അതെ അതെ. എന്നാലും മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ കുറവൊന്നും വന്നിട്ടില്ല. ഇല്ലില്ല, സജീവമാണല്ലോ എപ്പോഴും. എന്തിനും ആ വെള്ളപ്പൊക്കത്തിനൊക്കെ കണ്ടില്ലേ, പുള്ളി മുണ്ടൊക്കെ മുടക്കി കുത്തി തലക്കെട്ടൊക്കെ കെട്ടി ആളുകളുടെ ഒപ്പം എന്തിനും ഏതിനും ഓടിയെത്തുന്ന ഒരാളും കാര്യങ്ങളും നമുക്ക് ഓഫീസിൽ ചെന്ന് പറയാനൊക്കെ ഉള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇനിയിപ്പോൾ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ വികസനങ്ങൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജംഗ്ഷനുകൾ വളരെ റോഡുകളാണ്. ഇപ്പോൾ KMK ജംഗ്ഷൻ ആണെങ്കിലും ചേനാല ജംഗ്ഷൻ ആണെങ്കിലും പൊട്ടന്തിരി ഈ തെക്കേ നാലുവഴിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഒന്നും വീതി കൂട്ടാണ്ട് രക്ഷയില്ല, പെട്ടെന്നൊന്നും അത് നടക്കൂല. ഇപ്പോൾ പിന്നെ ഈ NH വരുമ്പോൾ കുറേ വണ്ടികളൊക്കെ അതിൽ പോകുമ്പോൾ ഇവിടുത്തെ തിരക്കൊക്കെ കുറയും. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. വേറെ ഇതൊന്നുമില്ല. ഒരുമാതിരിയൊക്കെ ചെയ്യേണ്ട പുള്ളി. വെള്ളമാണെങ്കിലും ആദ്യമേ തന്നെ ജയിച്ച ആദ്യത്തെ കൊല്ലം തന്നെ എല്ലായിടത്തും വെള്ളം എത്തിച്ച് കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ തീർത്തല്ലോ. അതോടുകൂടി പുള്ളിക്ക് പിന്നെ പേരായി. അതെ അതെ. ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും നോക്കിയാലും നമുക്ക് ഇവിടെ വെള്ളത്തിന് ഇപ്പം പറവൂരൊന്നും വലിയ വിഷയമില്ല. ഇനിയിപ്പോൾ വരുന്ന ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും. പിന്നെ ഹോസ്പിറ്റലുകളാണെങ്കിലും നല്ല പുള്ളി ഫണ്ടൊക്കെ മുടക്കി പുതിയ കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുണ്ട്. നമ്മുടെ പറവൂർ താലൂക്ക് ആശുപത്രി. അതെ. അപ്പോൾ ഏത് കാര്യത്തിനും ഇടപെടുന്ന ഒരു ആളായതുകൊണ്ട് ഈ ഭൂരിപക്ഷത്തിന് കൂടാനാ സാധ്യത. പിന്നെ അവർക്കിപ്പോഴും സ്ഥാനാർത്ഥി ആയിട്ടില്ലല്ലോ. ഇടതുപക്ഷത്തിന് ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥി ആര് വരുമെന്നൊന്നും ആയിട്ടില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതെ 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 അതെ. പിന്നെ പുള്ളി അങ്ങനെ രാഷ്ട്രീയമൊന്നും നോക്കാറില്ലല്ലോ. ഇപ്പം ഈ പുള്ളി തന്നെ ഭയങ്കര LDF-കാരനായിരുന്നു. പുള്ളിക്ക് ഈ അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ ഇതിനൊക്കെ ആയിട്ട് പുള്ളിയുടെ ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് സാമ്പത്തികമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പം രാഷ്ട്രീയമൊന്നും നോക്കാറില്ല പുള്ളി. ആ ഒരു ഇതും കൂടി ഉണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് അതെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ. അതെ അതെ. അത് ഈ ഇലക്ഷനിലും അദ്ദേഹത്തിനെ സഹായിക്കും. അപ്പോൾ ആരെയും റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഓഫീസിലേക്ക് ചെന്നാൽ മതി. പുള്ളിയുടെ ഓഫീസിൽ എപ്പോഴും ആളുകൾ ഉണ്ടാവും. അത്രയും ജനകീയമായിട്ടുള്ള ഒരു ഓഫീസ്. അതെ അതെ അതെ. എപ്പോഴെങ്കിലും നമുക്ക് കയറി ചെന്ന് കാര്യങ്ങൾ പറയാനുള്ള 3-4 പേരുണ്ടാവും. ശരി.